773 ലോകസാരംഗത. ലോകങ്ങളുടെ സാരത്തെ, ഈ ലോകത്തിന്റെ ആ ഒരു അർത്ഥത്തെയും അർത്ഥമില്ലായ്മയെയും കുറിച്ച് സാരംഗം എന്നാൽ ലോകം ഒരു വണ്ട് പുഷ്പത്തിലെ തേനിലെ എന്ന പോലെ ഗ്രഹിക്കുന്നു. അപ്പോൾ ഭഗവാൻ ഈ ലോകത്തിലെ അർത്ഥത്തെയും നിരർത്ഥകതയെയും കൃത്യമായി മനസ്സിലാക്കുന്നവനാണ്. ഏതുപോലെ എന്നാൽ ഒരു വണ്ട് ഒരു പൂവിൽ നിന്ന് തേന് മാത്രം എടുക്കുന്നത് പോലെ. അപ്പോൾ അർത്ഥത്തെ മാത്രം എടുക്കുക. ഈ ലോകത്തിൽ എന്തിനു വന്നതോ ആ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് ചിന്തിക്കുക. ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നവരെ പ്രേരിപ്പിക്കുന്നു. കാരണം ഭഗവാൻ എങ്ങനെ ജീവിക്കുന്നത് തന്റെ ഇനി മറ്റൊരു ലോകസാരം. ഈ ലോകം ഉണ്ടാവാൻ കാരണമായത് എന്ന അർത്ഥത്തെ ലോകസാരമായി കാണുമ്പോൾ ആ പ്രണവ മന്ത്രം കൊണ്ട് പ്രാപിക്കപ്പെടേണ്ടത്, ഗമിക്കപ്പെടേണ്ടത് എന്ന അർത്ഥത്തിൽ ലോകസാരം. 784 തന്തു. ശോഭനമായ തന്തു. തന്തു എന്നാൽ വംശപാരമ്പര്യം. അത് ഉള്ളവൻ ശ്രദ്ധിക്കുന്നു. ഭഗവാനാണ് ഈ പ്രപഞ്ചത്തിന്റെ ഒരു കാരണവരെ ഇരിക്കുന്നത് പോലെ പിന്നീട് ഇങ്ങോട്ടുള്ള എല്ലാ സൃഷ്ടിയും ആ അങ്ങനെ അവർ വലിയ പാരമ്പര്യമുള്ളവൻ ഭഗവാന് സാധിക്കുന്നതാണ്. അങ്ങനെ പ്രപഞ്ചരൂപമായ തന്റെ വംശത്തെ, തന്തുവിനെ വർദ്ധിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ തന്തുവർദ്ധനമാണ്. 786 ഇന്ദ്രകർമ്മ. ഇന്ദ്രലോകം അഥവാ സ്വർഗലോകം എന്നാൽ എല്ലാ ഐശ്വര്യങ്ങളും തികഞ്ഞ പുരിതമാണ്. അപ്പോൾ ഇന്ദ്രന്റെ കർമ്മം എന്ന് പറയുന്നത് ഐശ്വര്യമുള്ള കർമ്മമാണ്. അങ്ങനെ ഇന്ദ്രന്റെ കർമ്മം പോലെ ഐശ്വര്യ സ്വരൂപങ്ങളായ കർമ്മങ്ങൾ ഉള്ളവൻ എന്ന അർത്ഥത്തിൽ ഇന്ദ്രകർമ്മ. 787 മഹാകർമ്മ. ആകാശം തുടങ്ങിയ മഹാഭൂതങ്ങളെ സൃഷ്ടിക്കയാൽ അത്തരം വലിയ കർമ്മങ്ങൾ ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ മഹാകർമ്മ. 788 കൃതകർമ്മ. കൃതാർത്ഥനാണ് ഭഗവാൻ. അതായത് താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലുണ്ടാകുന്ന ഒരു സംതൃപ്തി, അതാണ് കൃതാർത്ഥത. അത് ഉള്ളവൻ. കൃതാർത്ഥനായതിനാൽ സർവവും കൃതമായി കഴിഞ്ഞു. താൻ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച കർമ്മങ്ങളൊക്കെ കൃതമായി ചെയ്തു കഴിഞ്ഞു എന്ന് കൃതാർത്ഥതയോടെ
ചുറ്റുഭാഗം വണ്ണം, അതായത് നല്ല രീതിയിൽ ഉണർത്തി എന്ന് വെച്ചാൽ ആർദ്രമാകുന്ന മനസ്സുള്ളവൻ സുന്ദര, കരുണാകരൻ, കരുണാമൂർത്തിയാണ് ഭഗവാൻ എന്നതിനാലാണ് ഒരു നാമം. അത് ആർദ്രതയാണ് ഭഗവാന്റെ ഒരു രൂപം തന്നെ. കരുണയും ആർദ്രതയും ആണ്. അതാണ് സുന്ദര. 793 രത്നനാഥിക, രത്നം പോലെ സുന്ദരമായ നാഭിയുള്ളവൻ, മനോഹരമായ നാഭിയോട് കൂടിയവൻ എന്ന അർത്ഥം. 794 ലോചന, നല്ല ശോഭനമായ ലോചന, കണ്ണുകൾ ഉള്ളവൻ എന്ന അർത്ഥത്തിൽ ലോചന. ഇനി അകക്കണ്ണ് എന്ന രീതിയിലാണ് അർത്ഥമെടുക്കുന്നതെങ്കിൽ ശോഭനമായ ജ്ഞാനമുള്ളവൻ. അകക്കണ്ണ് തുറപ്പിക്കുക എന്ന് വെച്ചാൽ ഉള്ളിൽ ആ ജ്ഞാനം ഉണ്ടാക്കുക എന്ന അർത്ഥത്തിൽ ശോഭനമായ ജ്ഞാനമുള്ളവൻ എന്ന അർത്ഥത്തിലും ലോചന. 795 അർത്ഥ, അക്ഷരേ അഥവാ പൂജ്യതേ എന്നാൽ അർത്ഥ. പൂജ്യന്മാരായ ബ്രഹ്മാദികളാൽ കൂടി പൂജ്യനായിട്ടുള്ളവൻ എന്നതിനാലാണ് അർത്ഥ. 796 വാചകനഃ, വാചം എന്ന